രാഷ്ട്രീയത്തിലെ മാന്യതയുടെയും സൗമ്യതയുടെയും വിനയാന്വിതമായ പെരുമാറ്റത്തിന്റെയും ഒക്കെ പേരിലായിരിക്കും തെന്നല സാർ എല്ലാവരുടെയും മനസ്സിൽ എക്കാലത്തും അദ്ദേഹത്തിന്റെ സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ടാവുക. സുദീർഘമായ ഒരു രാഷ്ട്രീയ ജീവിതം, പൊതുജീവിതം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിൽ പല തലങ്ങളിൽ അദ്ദേഹം സംഘടനയ്ക്ക് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും പ്രവർത്തിച്ചു. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷ പദവിയിലേക്ക് അദ്ദേഹം ഒന്നിലേറെ തവണ കടന്നു വന്നു. 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-നെ 100 സീറ്റിന്റെ വൻ വിജയത്തിലേക്ക് എത്തിക്കുന്നതിൽ കോൺഗ്രസ് പാർട്ടിക്ക് നേതൃത്വം നൽകിയ തെന്നല ബാലകൃഷ്ണപിള്ള സാറിന്റെ പ്രവർത്തനം ആർക്കും വിസ്മരിക്കാൻ കഴിയില്ല. അതോടൊപ്പം രാജ്യസഭാ അംഗം എന്ന നിലയിൽ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ, അതോടൊപ്പം സമുദായ മൈത്രിക്ക് വേണ്ടിയും വിവിധ സമുദായ വിഭാഗങ്ങൾക്കിടയിൽ ഐക്യവും സഹവർത്തിത്വം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ അദ്ദേഹം ഓരോ ഘട്ടങ്ങളിലും ഇടപെട്ടിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ ഒരുപക്ഷെ അവസാനത്തെ ഈ കാലം വരെ പൊതുജീവിതത്തിൽ സജീവമായി തന്നെ നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കാനും സാധിച്ചു എന്നുള്ളതാണ്. ഈ KPCC ഓഫീസിൽ എനിക്ക് തോന്നുന്നു ഒരു 4 മാസം മുമ്പ് വരെ അദ്ദേഹം വന്നിരുന്നു, പരിപാടികളിൽ സംബന്ധിച്ചിരുന്നു. അപ്പോൾ ഒക്കെ അദ്ദേഹത്തിന്റെ അനാരോഗ്യത്തിനിടയിലും അദ്ദേഹം പാർട്ടിയോടുള്ള സ്നേഹം, ഞങ്ങളടക്കം ഉള്ള ആളുകൾ അദ്ദേഹത്തെ താരതമ്യപ്പെടുത്തുമ്പോൾ എത്രയോ ജൂനിയറാണ്. ഒരു തലമുറകളുടെ തന്നെ വ്യത്യാസമുണ്ട്. പക്ഷെ ഞങ്ങളോടൊക്കെ തന്നെ ഒരു കാരണവരുടെയും അല്ലെങ്കിൽ ഒരു പിതാവിന്റെയും ഒക്കെ വാത്സല്യത്തോടുകൂടി ആ നിലയിൽ ചേർത്ത് പിടിക്കുന്ന, ആ നിലയിൽ സൗഹൃദഭാവത്തിൽ ഇടപെടുന്ന ഒരു വലിയ നേതാവായിരുന്നു. ഒരു നല്ല മനുഷ്യൻ, ഒരു വലിയ മനുഷ്യൻ. കേരളത്തിന്, പൊതുജീവിതത്തിന് അദ്ദേഹത്തിന്റെ വിയോഗം തീരാ നഷ്ടമാണ്. കോൺഗ്രസ് പാർട്ടിക്ക് അപരിഹാര്യമായിട്ടുള്ള ഒരു നഷ്ടമാണ് എന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയമില്ല. അത് പറയുന്നത് ഒട്ടും അതിശയോക്തിപരമായിട്ടല്ല. അക്ഷരാർത്ഥത്തിൽ തന്നെ കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തെ വിലമതിക്കുന്നു. അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരോടൊപ്പം അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളോടൊപ്പം ഞാനും എന്റെ അനുശോചനം രേഖപ്പെടുത്തുകയാണ്.